തുടർച്ചയായ തോൽവികൾ ഏറ്റുവാങ്ങുന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം പ്രിയങ്ക ഗാന്ധിക്ക് കൂടുതൽ ചുമതലകൾ നൽകുകയാണ്. ഒരു വർഷത്തിലേറെയായി പ്രത്യേക ചുമതലകളൊന്നും ഏറ്റെടുക്കാതെ വെറും AICC ജനറൽ സെക്രട്ടറി മാത്രമായി തുടരുന്ന പ്രിയങ്ക ഗാന്ധിക്ക് ഇനി പുതിയ ദൗത്യം നൽകുന്നതിൽ കോൺഗ്രസിൽ ചർച്ച സജീവമായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. പ്രിയങ്ക ഗാന്ധി താല്പര്യപ്പെടാതിരുന്നിടത്തോളം കാലം ഈ തീരുമാനം നീണ്ടുപോകും എന്നുള്ളത് കൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയെ അങ്ങോട്ട് ചെന്ന് വിളിച്ച് പാർട്ടിയുടെ പ്രധാന ചുമതല ഏൽപ്പിക്കാനാണ് ദേശീയ നേതൃത്വം തയ്യാറായിരിക്കുന്നത്. എന്നാൽ ഇത് സംഘടനയുടെ നവീകരണ വർഷമായി പ്രഖ്യാപിച്ചിരിക്കെ പ്രിയങ്ക ഗാന്ധി പുതിയ ചുമതല ഏറ്റെടുക്കുന്നത് പാർട്ടിക്ക് വലിയ തരത്തിൽ ഉന്മേഷം നൽകുമെന്ന് മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. ഏതായാലും ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകൾ പുതുക്കുന്ന ഒരു തരത്തിലുള്ള നീക്കത്തിലേക്കാണ് കോൺഗ്രസ് കടന്നിരിക്കുന്നത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾക്കെല്ലാമായി പാർട്ടിയെ ഒരുക്കുന്നതിന് പ്രത്യേക വിഭാഗത്തിന് രൂപം നൽകാൻ ഉദയ്പൂർ ചിന്തൻ ശിബിരത്തിൽ തന്നെ തീരുമാനമെടുത്തത് നമ്മൾക്കറിയാം. ഇത് ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഉദയ്പൂർ ചിന്തൻ ശിബിരിന്റെ ഒരു കാര്യവും ശരിയാവണ്ണം നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെ പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് നൽകുന്നത്. അതുമാത്രമല്ല, ഛത്തീസ്ഗഡിലെ ഉദയ്പൂരിൽ നടന്ന അത്രയും വലിയ ഒരു ചിന്തൻ ശിബിരത്തിന് ശേഷം ഛത്തീസ്ഗഡ് തന്നെ സംസ്ഥാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കും കോൺഗ്രസ് മാറിയിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസിന് വലിയ തിരിച്ചടികൾ നേരിടുമ്പോൾ യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള ഒരാളുടെ മുഖം മുന്നിൽ നിന്ന് നയിക്കാൻ ഉണ്ടാകുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് ദേശീയ നേതൃത്വം എത്തിയിരിക്കുന്ന തീരുമാനം. പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് ചുമതലയാണ് നൽകുന്നത് എന്നുള്ളത് പരിഗണനയിൽ വന്നിട്ടില്ലെങ്കിലും ആ പ്രത്യേകം എടുക്കുന്ന ഒരു രൂപരേഖയ്ക്ക് മുന്നിൽ നിൽക്കാൻ തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയെ ചുമതല ഏൽപ്പിക്കുന്നത് എന്നാണ് അറിയുന്നത്. കോൺഗ്രസിന് ആശയപരമായ ബലവും സ്ഥിരതയും നൽകുന്ന ഒരു പ്രവർത്തനം രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിനുള്ള സമിതിക്ക് പ്രിയങ്ക എന്ന ആലോചന പാർട്ടിയിൽ വന്നു കഴിഞ്ഞു. പാർട്ടിയിൽ സുപ്രധാനമായ ചുമതല പ്രിയങ്ക ഗാന്ധി നിർവഹിക്കണമെന്ന ആവശ്യം മല്ലികാർജുൻ ഖർഗെ പലപ്പോഴായി സോണിയാഗാന്ധിക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. അത് പ്രിയങ്ക ഗാന്ധിയെ ഇന്ദിരാഗാന്ധിയുമായി സാദൃശ്യപ്പെടുത്തുന്ന പല ഘടകങ്ങളും ഈ രാജ്യത്തുണ്ട് എന്നും അത് പാർട്ടിക്കേറെ ഗുണം ചെയ്യുമെന്നും കണ്ടെത്തിയ ഒരു അഖിലേന്ത്യാ പ്രസിഡന്റാണ് മല്ലികാർജുൻ ഖർഗെ. അതാണ് സോണിയാഗാന്ധിക്ക് മുന്നിൽ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ആവശ്യം പാർട്ടിക്കുണ്ട് എന്ന് പലവട്ടമായി ഖർഗെ ആവശ്യപ്പെടുന്നത്. 2019 സജീവ രാഷ്ട്രീയത്തിലിറങ്ങിയ പ്രിയങ്കയ്ക്ക് AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ആദ്യം ചുമതല ലഭിച്ചത് UP-യിലായിരുന്നു. അവിടെ നടത്തിയ ഇടപെടലുകൾ പരാജയപ്പെടുകയും തിരിച്ചടികൾ നേരിടുകയും ചെയ്തതോടെയാണ് അവർ ചുമതല ഒഴിഞ്ഞത്. പിന്നീട് മറ്റ് ചുമതലകൾ ഏറ്റെടുത്തിട്ടുമില്ല. എങ്കിലും ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള MP-യായ പ്രിയങ്ക പാർലമെന്ററി രാഷ്ട്രീയത്തിൽ എത്തിയതോടുകൂടി പാർലമെന്റിനകത്തും പുറത്തും പാർട്ടിയുടെ ശബ്ദമായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുതന്നെയാണ് പ്രിയങ്ക ഗാന്ധിയെ പ്രധാനപ്പെട്ട ചുമതല ഏൽപ്പിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറായിരിക്കുന്നത്.